ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് സ്കെയിൽസ് പറഞ്ഞു തരാൻ പോവാണ്. ഇപ്പം നമുക്കൊരു പാട്ട് വായിക്കണമെങ്കിൽ നമുക്കൊരു സ്കെയിൽ അറിഞ്ഞിരിക്കണം. നമുക്കൊരു സ്കെയിൽ അറിയാതെ ഒരിക്കലും നമുക്കൊരു സോങ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ സ്കെയിൽ എന്താണ്? ഇപ്പം നമ്മൾ നോർമലി ഇപ്പം ഒരാദ്യം പഠിക്കുന്ന ഒരു ഒരു ബിഗിനറിന് വേണ്ട സ്കെയിൽസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഡി മേജർ, ജി മേജർ, എ മേജർ. ഓക്കെ, ഇതിൻ്റെ റിലേറ്റീവ് മൈനറും കൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾക്കിത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് സ്കെയിൽ ഓഫ് ഡി മേജർ. ഡി മേജർ എന്താണ്, അതിൻ്റെ റിലേറ്റീവ് മൈനറിനാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. മേജറിന മൈനറിനാന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. മേജർ എന്ന് പറഞ്ഞൊരു ഹാപ്പി മൂഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിക്കാണ്. ഇപ്പം നമ്മൾ ഇത് വായിക്കുമ്പോൾ ഒരു ഹാപ്പി മൂഡ് അല്ലേ. ഇത് സ്കെയിൽ ഓഫ് ഡി മേജർ അല്ലെങ്കിൽ ജി മേജറിലാണ് വായിച്ചെങ്കിൽ ഇതിൻ്റെ ഒരു ഹാപ്പി മൂഡ് വന്നെങ്കിൽ നമ്മൾ ഇതിന് വിളിക്കുന്നത് മേജർ റൂട്ട് എന്നാണ്. മൈനർ എന്ന് പറഞ്ഞാൽ ഒരു സാഡ് ഫീൽ വരുന്ന ഒരു മ്യൂസിക് ആയിരിക്കും നമുക്ക് മൈനർ റൂട്ടിൽ വരുന്നത്. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞത് സ്കെയിൽ ഓഫ് ഡി മേജർ. ഡി മേജറിൻ്റെ അകത്ത് നമുക്ക് 2 ഷാർപ്പുണ്ട്. സ്കെയിൽ ഓഫ് ഡി മേജറിൻ്റെ അകത്ത് എഫ് ഷാർപ്പും സി ഷാർപ്പും. നമ്മളിപ്പം ഡി എ, എഫ് ഷാർപ്പ്, അപ്പം ഇയിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കുന്നതായിരിക്കും നമുക്ക് എഫ് ഷാർപ്പ് എന്ന് വിളിക്കുന്നത്. അതിനോട് ചേർന്ന് ജി, അടുത്തത് എ, ബി, സി ഷാർപ്പ്, അതും കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. അതിനോട് ചേർന്ന് ഡി, ദെൻ ഇതാണ് സ്കെയിൽ ഓഫ് ഡി മേജർ. ഡിയിൽ നിന്നും ഡി വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നടക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ട്രിങ്ങിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ജി നാച്ചുറൽ ആയിരിക്കും. പിന്നെ നമ്മൾ തേർഡ് പൊസിഷൻ വായിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫിംഗർ എക്സ്റ്റെൻഡ് ചെയ്താൽ എ, ബി, സി ഷാർപ്പ്, ഡി. ഇപ്പം നമുക്കിത് 2 ഒക്ടേവ് ആണ് ഞാൻ പറഞ്ഞത്, 2 ഒക്ടേവ്. ഓക്കെ, അപ്പം സ്കെയിൽ ഓഫ് ഡി മേജർ. ഇതിൻ്റെ റിലേറ്റീവ് മൈനറിനാന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ റിലേറ്റീവ് മൈനർ ബി മൈനർ. ഓക്കെ, ബി മൈനർ. സ്കെയിലിൻ്റെ അകത്ത് യാതൊരു മാറ്റവും ഇല്ല. ഇപ്പം നമുക്ക് സി ഷാർപ്പ്, എഫ് ഷാർപ്പ് അവിടെ ഉണ്ട്. പക്ഷേ നമുക്കൊരു ആ ബി മൈനർ വായിക്കുമ്പോൾ അതിൻ്റെ റൂട്ട് മാറുന്ന കാണിച്ചു തരാം. സാഡ് ഫീൽ ആയി. അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബി എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം സെയിം റൂട്ട്. നമ്മളിപ്പോൾ ഫോർത്ത് സ്ട്രിംഗിൽ നിന്ന് ബി എന്ന് സ്റ്റാർട്ട് ചെയ്യാം. സി ഷാർപ്പ്, ഡി, ഇ, എഫ് ഷാർപ്പ്, ജി, എ, ബി. എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ജി നാച്ചുറൽ. അപ്പം മറക്കരുത്, സ്കെയിൽ ഓഫ് ഡി മേജറിൻ്റെ റിലേറ്റീവ് മൈനർ എന്ന് പറഞ്ഞാൽ ബി മൈനർ ആയിരിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കുന്നത് സ്കെയിൽ ഓഫ് എ മേജർ. എ മേജർ നമുക്ക് 2 ഒക്ടേവ് വായിക്കാം. നമ്മുടെ ജി സ്ട്രിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ അകത്ത് 3 ഷാർപ്പാണ് ഉള്ളത്, 3 ഷാർപ്സ്. ദാറ്റ് വൺ സി ഷാർപ്പ്, എഫ് ഷാർപ്പ് ആൻഡ് ജി ഷാർപ്പ്. നമ്മൾ ഡി മേജറിൽ നോക്കുമ്പം 1 ഷാർപ്പ് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പം 3 ഷാർപ്പ് വരുന്നത് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബി, സി ഷാർപ്പ്, ഡി, ഇ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്. ഇറ്റ് ലിറ്റിൽ ഫാർ ഫ്രം ജി. എ, ബി, സി, ഡി, ഇ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ് ആൻഡ് എ. ഓക്കെ, ഇതാണ് നമുക്ക് എ മേജർ സ്കെയിൽ എന്ന് പറയുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിൻ്റെ റിലേറ്റീവ് മൈനർ ഏതാണെന്ന് ചോദിച്ചാൽ എഫ് ഷാർപ്പ് മൈനർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എഫ് ഷാർപ്പ് മൈനർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഫ് എന്ന് സ്റ്റാർട്ട് ചെയ്യണം. ജി ഷാർപ്പ്, എ, ബി, സി ഷാർപ്പ്, ഡി, ഇ, എഫ്, എഫ് ഷാർപ്പ്. ഓക്കെ, ഇത്രയാണ്. ഇതാണ് ഇപ്പം നമ്മളിപ്പം പറഞ്ഞേക്കുന്ന എ മേജർ സ്കെയിലിൻ്റെ
റിലേറ്റീവ് മൈനർ. ഓക്കെ, അടുത്തൊന്ന് ജി മേജർ. ജി മേജർ നമുക്ക് ജി സ്ട്രിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത് 1 ഷാർപ്പ് സ്കെയിലാണ്. ദർ ഇസ് ഓൺലി 1 ഷാർപ്പ്, ഓൺലി എഫ് ഷാർപ്പ്. സി നാച്ചുറൽ ആണ്, എഫ് ഷാർപ്പ്, ജി നാച്ചുറൽ, സി നാച്ചുറൽ, G natural. There is only 1 sharp. Okay, ഇതിൻ്റെ റിലേറ്റീവ് മൈനർ എന്ന് പറഞ്ഞാൽ ജി മേജറിൻ്റെ റിലേറ്റീവ് മൈനർ ഇ മൈനർ. ഇ എന്ന് സ്റ്റാർട്ട് ചെയ്യാം, സെയിം റൂട്ട്. ഇ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എഫ് ഷാർപ്പ്, ജി നാച്ചുറൽ, എ ബി, സി നാച്ചുറൽ, ഡി ആൻഡ് ഇ. ഓപ്പൺ ഇ വായിച്ചാൽ മതി. അപ്പം ഇത്തരം പൊസിഷൻസ് നമ്മൾ നല്ലോണം, അതായത് ഓരോ സ്കെയിൽസ്, ഈ പൊസിഷൻസ് നമ്മളിപ്പം ഡിഫറെൻറ്റ് സ്കെയിൽ വായിച്ചു. ടി മേജർ വായിച്ചു, അതിൻ്റെ റിലേറ്റീവ് മൈനർ വായിച്ചു. എ മേജർ വായിച്ചു, അതിൻ്റെ റിലേറ്റീവ് മൈനർ വായിച്ചു. ജി വായിച്ചു, അതിൻ്റെ റിലേറ്റീവ് മൈനർ. ഇത്തരം സാധനങ്ങൾ നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. നല്ലോണം പ്രാക്ടീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മൈനർ റൂട്ടും മേജർ റൂട്ടിലുള്ള പാട്ടുകൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇതുപോലെ പുതിയ പുതിയ വീഡിയോകൾ കാണാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ ഇൻസ്പിറേഷൻ വരുന്നത്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ, ഹാവ് എ നൈസ് ഡേ.